എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് LDC പരീക്ഷയ്ക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മുടെ LDC പരീക്ഷയിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗങ്ങളും എടുത്തുകൊണ്ട് പഠിക്കുകയാണ്. അതിൽ മലയാളവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പദം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം LD ലെവൽ പരീക്ഷകളിൽ ഇപ്പോൾ നടന്ന LDC ഉൾപ്പെടെ ഈ 2024 നടന്ന മറ്റു പരീക്ഷകളൊക്കെ തന്നെ നിത്യേന ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഒറ്റപ്പദം എന്ന് പറയുന്നത്. PSC പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ഒറ്റപ്പദങ്ങൾ വളരെ വേഗത്തിൽ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കാറ്റഗറിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നവൻ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ്. അതിൻ്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പഠിക്കുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ പി പഠിഷു എന്ന കാര്യം ഓർത്തിരിക്കുക. പി പഠിഷു എന്നതാണ് ഇതിൻ്റെ ഒറ്റപ്പദം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ പിപാസു എന്നാണ് വരേണ്ടത്. നാലാമതായിട്ട് PSC ചോദിക്കുന്നതാണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ ബുഭുക്ഷു എന്നാണ് ഒറ്റപ്പദം വരേണ്ടത്. ഇനി മോക്ഷം ആഗ്രഹിക്കുന്നവൻ. മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നവൻ എന്നാണ്. ഇനി കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ അവിടെ ഒറ്റപ്പദമായിട്ട് വരേണ്ടത് ദിദൃക്ഷു എന്നതാണ്. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ദിദൃക്ഷു എന്നാണ്. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം തിതീർഷു എന്നതാണ്. തിതീർഷു എന്നതാണ് കടക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഇനി ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ചിലപ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതിൻ്റെ ഒറ്റപ്പദമാണ് ജിഗീഷു എന്ന് പറയുന്നത്. ജിഗീഷു എന്ന് പറയുന്നത് ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് കൊല്ലാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ജിഗാംസു എന്നാണ് വരുന്നത്. എന്താണ്? ജിഗാംസു, കൊല്ലാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നവൻ എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേമുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ആദ്യമായിട്ട്. അതിലൊന്ന് നമ്മൾ പഠിച്ചത് അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ്. അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു എന്നാണ് വരേണ്ടത്. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു ആണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു ആണ്. അതേപോലെ തന്നെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു ആണ്. ഇനി മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നവനാണ്. ഇനി ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. തിതീർഷു എന്ന് പറഞ്ഞാൽ കടക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ജിഗീഷു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ജിഗാംസു എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജിജ്ഞാസു എന്ന് പറഞ്ഞു. എന്നാൽ അറിയാനുള്ള ആഗ്രഹം എന്നാണ് വരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ മതി. മറ്റത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നത് പഠിക്കാനുള്ള ആഗ്രഹം എന്നാണെങ്കിൽ അവിടെ പിപഠിഷ എന്ന് ആക്കിയാൽ മതി. അതുപോലെ മറ്റതും ആക്കിയാൽ മതി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ്. അതൊരു പുല്ലിംഗനാമമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവൾ എന്ന് പറഞ്ഞാലും അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞാലും അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാലും ഒന്നേ ഉള്ളൂ. അതേതാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അറിയാൻ ആഗ്രഹിക്കുന്നവൾ, അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പറഞ്ഞാൽ ജിജ്ഞാസു എന്നാണ് അവിടെ വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു കാറ്റഗറിയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. ഇനി അടുത്തതിലേക്ക് വരാം. PSC ചോദിക്കുന്ന മറ്റൊന്നാണ് 10ാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നു പുരോഗമനം ആഗ്രഹിക്കുന്നവൻ. പുരോഗമനം ആഗ്രഹിക്കുന്നവൻ, അതിനെ നമ്മൾ പറയുന്നത് ഉത്പതിഷ്ണു എന്നതാണ്. ഉത്പതിഷ്ണു എന്നതാണ് പുരോഗമനം ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ആ ഒരു ഒറ്റപ്പദം. ഇത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് PSC പരീക്ഷയിൽ വിപരീതം എന്ന് പറയുന്ന ഭാഗത്തും വരാറുണ്ട്. അതായത് പുരോഗമനം ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഉത്പതിഷ്ണു ആണെങ്കിൽ പുരോഗമനം ആഗ്രഹിക്കാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ്? യാഥാസ്ഥിതികൻ എന്നതാണ്. ഇത് റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഇത് എടുത്ത് പഠിച്ചു വെച്ചേക്കുക. പുരോഗമനം ആഗ്രഹിക്കുന്നവൻ ഉത്പതിഷ്ണു, പുരോഗമനം ആഗ്രഹിക്കാത്തവനാണെങ്കിൽ എന്താണ്? യാഥാസ്ഥിതികനാണ്. ഇത് വിപരീതമാണെന്നും കൂടെ പഠിക്കുക. ഉത്പതിഷ്ണുവിൻ്റെ വിപരീതം ചോദിച്ചാൽ യാഥാസ്ഥിതികൻ എന്നാണ് വരുന്നത്. ഇനി ഉയർച്ച ആഗ്രഹിക്കുന്നവൻ.
ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്കർഷേച്ചു എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇതും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. അതേ സമയത്ത് മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ് അഭുദയകാംക്ഷി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അഭ്യുദയകാംക്ഷി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്നാണെങ്കിൽ അഭുദയകാംക്ഷിയാണ്. ഇനി ഉയർച്ച ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഉത്കർഷേച്ചു എന്ന കാര്യം ഓർക്കുക. ഇനി മറ്റൊരു ഒറ്റപ്പദമാണ് പരിചയപ്പെടുന്നത്. ഒറ്റപ്പദം ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവൻ. ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവൻ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇതി കർത്തവ്യതാ മൂഢൻ എന്നതാണ് ഒറ്റപ്പദം. ഇതി കർത്തവ്യതാ മൂഢൻ എന്നതാണ് ഇതിൻ്റെ ഒറ്റപ്പദം. ഇതെന്താണ്? ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവനാണ് ഇതി കർത്തവ്യതാ മൂഢൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 15ാമതായിട്ട് പരിചയപ്പെടുന്നത് സന്ദർഭത്തിന് അനുസരിച്ച് തോന്നുന്ന ബുദ്ധി. സന്ദർഭത്തിന് അനുസരിച്ച് തോന്നുന്ന ബുദ്ധിയുടെ ഒറ്റപ്പദമാണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത്. എന്താണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത്? അപ്പം ഇതെന്താണ്? സന്ദർഭത്തിന് അനുസരിച്ച് തോന്നുന്ന ബുദ്ധി എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് 16ാമതായിട്ട് പരിചയപ്പെടുന്നത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയുന്നത്. എന്താണ് സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രത്യുൽപ്പന്നമതിത്വം, സന്ദർഭത്തിനനുസരിച്ച് തോന്നുന്ന ബുദ്ധി. ഇനി സ്വപ്രത്യയ സ്ഥൈര്യം, സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് 17ാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒറ്റപ്പദം എന്ന് പറയുന്നത് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒറ്റപ്പദമാണ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാണ് കാണുന്നവൻ. കാണുന്നവൻ എന്ന് പറയുന്നതിൻ്റെ ഒറ്റപ്പദം, കാണുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദ്രഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ ദ്രഷ്ടാവ് എന്ന് പറയുന്നത് കാണുന്നവനാണ്. അതേ സമയത്ത് കേൾക്കുന്നവൻ എന്നാണെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ശ്രോതാവ് എന്നാണ് പറയുക, ശ്രോതാവ്. അതേപോലെ തന്നെ പറയുന്നവൻ എന്നാണെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് വക്താവ് എന്നാണ്. അപ്പം എന്തെല്ലാം പഠിച്ച്? കാണുന്നവനാണെങ്കിൽ ദ്രഷ്ടാവ്, കാണുന്നവനാണെങ്കിൽ ദ്രഷ്ടാവ്, ശ്രോതാവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനാണ്, വക്താവ് എന്ന് പറഞ്ഞാൽ പറയുന്നവനാണ്. അതേ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് തൊട്ട് മുമ്പത്തോടൊപ്പം ചേർക്കേണ്ടതാണ്. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു അർത്ഥത്തിൽ വിവക്ഷ എന്നാണ് വരേണ്ടത്, വിവക്ഷ എന്നാണ് വരേണ്ടത്. അപ്പോൾ കാണുന്നവൻ ദ്രഷ്ടാവ്, ശ്രോതാവ് കേൾക്കുന്നവൻ, പറയുന്നവൻ വക്താവ്. എന്നാൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വിവക്ഷ എന്നാണ് വരേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാഴ്ചക്കാരൻ എന്നതിൻ്റെ ഒറ്റപ്പദം. പ്രേക്ഷകനാണെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അയക്കപ്പെടുന്നവൻ എന്നൊരു അർത്ഥത്തിൽ വരുന്നത് പ്രേക്ഷകനാണ്. ഇവിടെ ഇക്ഷയാണെങ്കിൽ അയക്കപ്പെടുന്നവൻ എന്നൊരു അർത്ഥത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകൻ എന്നാണ്. ഇതിനെ തന്നെ നമുക്ക് പ്രേക്ഷിതാവെന്നും പറയാൻ പറ്റും. എന്താണ്? പ്രേക്ഷിതാവ് എന്നും പറയാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി, പ്രേക്ഷകൻ എന്ന് പറയുന്നത് കാണുന്നവൻ എന്നാണ്. അതേ സമയത്ത് അയക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേക്ഷകൻ ആണ്. ഇനി പ്രേക്ഷിതാവ് എന്നാണെങ്കിലോ അതും എന്താണ്? അയക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെയും അർത്ഥം വരുന്നത്. ഇനി കടന്നു കാണുന്നവൻ, ഒരു കാര്യം കടന്നു കാണുന്നവൻ എന്ന് പറയുന്നതിൻ്റെ ഒറ്റപ്പദം എന്താണെന്ന് ചോദിച്ചാൽ കടന്നു കാണുന്നവൻ, അതിൻ്റെ ഒറ്റപ്പദം ക്രാന്തദർശി എന്നാണ്. എന്താണ്? ക്രാന്തദർശി എന്നതാണ് കടന്നു കാണുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഇനി സഹകരിച്ച് ജീവിക്കുക എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ സഹവർത്തിത്വം എന്നാണ് വരേണ്ടത്. എന്താണ്? സഹവർത്തിത്വം എന്നാണ് വരേണ്ടത്. ഇതെന്താണ്? സഹകരിച്ച് ജീവിക്കുക. ഇനി അടുത്തത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുക എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിച്ചാൽ
സാപേക്ഷകത എന്നതാണ് വരിക. എന്താണ്? സാപേക്ഷകത എന്നാണ് വരിക. സാപേക്ഷകത എന്നാണ് വരിക. അപ്പോൾ സഹകരിച്ച് ജീവിക്കുക, സഹവർത്തിത്വം. സാപേക്ഷകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുക എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ 26-ാമതായിട്ട് പറയുന്നത് ജനം ഇല്ലാത്ത ഇടം. ജനം ഇല്ലാത്ത ഇടം നമ്മൾ വിജനം എന്നാണ് പറയുക. വിജനം, വിജനമായ പ്രദേശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ജനം ഇല്ലാത്ത ഇടമാണ് വിജനം എന്ന് പറയുന്നത്. ഒറ്റയ്ക്കുള്ള അവസ്ഥ എന്താണ്? ഒറ്റയ്ക്കുള്ള അവസ്ഥയെ നമ്മൾ പറയും ഏകാന്തത, അല്ലെ? ഏകാന്തത ഒറ്റയ്ക്കുള്ള അവസ്ഥയാണ്. ഇനി അടുത്തത് മനസ്സ് ഒന്നിൽ കേന്ദ്രീകരിക്കുക. നമ്മുടെ മനസ്സ് എന്തെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുക, അതിനെ നമ്മൾ പറയുന്നത് ഏകാഗ്രത. നീ ഏകാഗ്രതയായി ഇരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? മനസ്സ് ഒന്നിൽ കേന്ദ്രീകരിക്കുക. ഇനി 29-ാമതായിട്ട് പരിചയപ്പെടുന്നത് PSC റിപ്പീറ്റ് ആയി ചോദിക്കും. സർവദാ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും എന്നാണ്. സർവദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എല്ലാ പ്രകാരത്തിലും എന്ന് ചോദിച്ചാലോ, അവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സർവദാ, ഈ ഒരു ദായിലെ വ്യത്യാസമാണ്. അപ്പോൾ എപ്പോഴും എന്നാൽ സർവദാ, അതേ സമയത്ത് എല്ലാ പ്രകാരത്തിലും എന്ന് പറഞ്ഞാൽ സർവദാ. ഇങ്ങനെയാണ് എഴുതേണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എല്ലായിടത്തും എന്നാണെങ്കിലോ, എല്ലായിടത്തും നമ്മൾ കേൾക്കാറുണ്ട് സർവത്ര എന്നാണ് പറയുക, അല്ലെ? എല്ലായിടത്തുമാണെങ്കിൽ സർവത്ര. നോക്ക്, സർവദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ഈ ഒന്നാമത്. സർവദ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പ്രകാരത്തിലും. സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. അങ്ങനെയാണെങ്കിൽ ഒരിടത്ത് എന്ന് പറഞ്ഞാലോ, എല്ലായിടത്തും സർവത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിടത്ത് എന്ന് പറഞ്ഞാലോ ഏകത്ര എന്നാണ് വരിക. എന്താണ്? ഏകത്ര എന്നാണ് വരിക. അപ്പൊ ഏകത്ര എന്നത് നമ്മൾ പഠിച്ചു, ഒരിടത്ത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരിടത്താണെങ്കിലോ അന്യത്ര എന്നാണ് വരിക. എന്താണ്? അന്യത്ര എന്നാണ് വരിക. മറ്റൊരിടത്ത് എന്ന് പറയുന്നത് അന്യത്രയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നാണെങ്കിലോ, മറ്റൊരു തരത്തിൽ എന്നതാണെങ്കിൽ അന്യത എന്ന് ഇങ്ങനെയാണ് വരിക. അന്യത. അപ്പോൾ ഇവിടെ ഏകത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്ത്, മറ്റൊരിടത്ത് എന്നാണെങ്കിൽ അന്യത്ര, പിന്നെ മറ്റൊരു തരത്തിൽ എന്നാണെങ്കിൽ അന്യത, എല്ലായിടത്തും എന്നാണെങ്കിൽ സർവത്ര, അതുപോലെ എപ്പോഴും എന്നാണെങ്കിൽ സർവദ. ഈ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് എല്ലാ പ്രകാരത്തിലും എന്നാണെങ്കിലോ, എല്ലാ പ്രകാരത്തിലും എന്നാണെങ്കിൽ ഇതാ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സർവദ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ 35-ാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്യദേശത്തെ വാസം എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കും. അതുപോലെ തന്നെ സ്വന്തം ദേശത്തെ വാസം എന്നതിൻ്റെ ഒറ്റപ്പദവും ചോദിക്കും. നമ്മൾ നിത്യേന കേൾക്കുന്നതാണ്. പ്രവാസം എന്ന് പറയുന്നത് അന്യദേശത്തെ വാസമാണെങ്കിൽ സ്വവാസം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം ദേശത്തെ വാസമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട 2 ടേമുകളാണ് PSC റിപ്പീറ്റായി ചോദിക്കും. അണിയം എന്ന് പറയുന്ന ഒരു ടേമും മറ്റൊന്ന് അമരം എന്ന് പറയുന്ന ഒരു ടേമും. അണിയം എന്ന് പറഞ്ഞാൽ വള്ളത്തെ നിയന്ത്രിക്കുന്ന പിൻഭാഗമാണ്. നമ്മുടെ തോണിയില്ലേ, വള്ളം, ആ വള്ളത്തെ നിയന്ത്രിക്കുന്ന പിൻഭാഗത്തെയാണ് നമ്മൾ അണിയം എന്ന് പറയുന്നത്. വള്ളത്തിന്റെ മുൻഭാഗത്തെയാണ് നമ്മൾ അമരം എന്ന് പറയുന്നത്. അപ്പോൾ അമരം മുൻഭാഗമാണ്, പിൻഭാഗമാണ് എന്ത്? അണിയം എന്ന് പറയുന്നത്. ഇനി 39-ാമതായിട്ട് നമുക്ക് പഠിക്കാം ഹൃദയത്തെ ആകർഷിക്കുന്നത്. ഹൃദയത്തെ ആകർഷിക്കുന്നത് ഹൃദയാവർജകം എന്നാണ് പറയേണ്ടത്. അപ്പം ഹൃദയത്തെ ആകർഷിക്കുന്നതാണ് ഹൃദയാവർജകം എന്ന് പറയുന്നത്. ഹൃദയത്തെ ആകർഷിക്കുന്നത് ഹൃദയാവർജകം ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണെങ്കിലോ അവിടെ ഹൃദയസ്പൃക്ക് എന്നാണ് വരേണ്ടത്. എന്താണ്? ഹൃദയത്തെ സ്പർശിക്കുന്നത് എന്നതിൻ്റെ ഒറ്റ പദം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് മണക്കാത്തത്, അനാഘ്രാതം എന്നതാണ് വരേണ്ടത്. 31-ാമതായിട്ട് നമ്മൾ പറയുന്നു മണക്കാത്തത് എന്നൊരു അർത്ഥത്തിലാണ് ഏത് വരുന്നത്? അനാഘ്രാതം എന്ന് പറയുന്ന ഈ ഒരു ടേം വരുന്നത്. അങ്ങനെയാണെങ്കിൽ തൊടാത്തത് എന്നൊരർത്ഥത്തിലോ, മണക്കാത്തത് അനാഘ്രാതം എന്ന് നമ്മൾ പറഞ്ഞു. തൊടാത്തത് എന്ന് പറഞ്ഞാൽ അസ്പൃശ്യം എന്നാണ് വരിക. എന്താണ്? അസ്പൃശ്യം എന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക, അസ്പൃശ്യം. ഇനി മറക്കാൻ പറ്റാത്തത് എന്നൊരു അർത്ഥത്തിൽ PSC ചോദിക്കുന്നതാണ് അവിസ്മരണീയം. അവിസ്മരണീയം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, അവിസ്മരണീയം. ഇനി അടുത്തത് അഗ്രത്ത് പെടുന്നവൻ എന്നൊരു ഇതിൻ്റെ ഒറ്റപ്പദമാണ്. അഗ്രത്ത് ഗണിക്കപ്പെടുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം, ഗണിക്കപ്പെടുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അഗ്രഗണ്യൻ എന്ന് പറയുന്നത്. അഗ്രഗണ്യൻ എന്ന് പറയുന്നത് അഗ്രത്ത് ഗണിക്കപ്പെടുന്നവൻ, അഗ്രഗണ്യൻ എന്നാണ്. ഇനി ഒന്നാമതായി ഗണിക്കപ്പെടുന്നവനാണ് എന്ത്? പ്രഥമ
ഗണനീയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രഥമ ഗണനീയനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 43, 44, 45 പരിചയപ്പെട്ടത് ഒന്നാമതായി ഗണിക്കപ്പെടുന്നവൻ പ്രഥമ ഗണനീയൻ, അഗ്രത്ത് ഗണിക്കപ്പെടുന്നവൻ അഗ്രഗണ്യൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആദ്യം സ്മരിക്കപ്പെടേണ്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രാതം സ്മരണീയൻ എന്ന് പറയുന്നത്. എന്താണ് പ്രാതം സ്മരണീയൻ? ഇതെന്താണ് ആദ്യം സ്മരിക്കപ്പെടേണ്ടവൻ. എങ്ങനെയാണെങ്കിൽ എക്കാലവും സ്മരിക്കപ്പെടേണ്ടവൻ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ് ചിരസ്മരണീയൻ എന്ന് പറയുന്നത്. എന്താണ് ചിരസ്മരണീയൻ. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഒന്നാമതായി ഗണിക്കപ്പെടുന്നവൻ പ്രഥമ ഗണനീയൻ എന്നതാണ്. ആദ്യം സ്മരിക്കപ്പെടേണ്ടവനാണ് പ്രാതം സ്മരണീയൻ. പിന്നെ ചിരസ്മരണീയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കാലവും സ്മരിക്കപ്പെടേണ്ടവൻ. പിന്നെ നമ്മളിവിടെ പഠിച്ചത് അഗ്രത്ത് ഗണിക്കപ്പെടേണ്ടവൻ എന്ന് പറഞ്ഞാൽ ഗണിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യൻ എന്നാണ്. മറക്കാൻ പറ്റാത്തതാണ് എന്ത് അവിസ്മരണീയം എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് 47 ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് 48 എല്ലാ ജനങ്ങളുടെയും എന്നൊരു അർത്ഥത്തിൽ വരുന്നത്. എല്ലാ ജനങ്ങളുടെയും എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് സാർവജനീനം എന്ന് പറയുന്നത്. സാർവജനീനം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ജനങ്ങളുടെയും എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ എല്ലാ ജനങ്ങളുടെയും എന്ന് പറയുന്നത് സാർവജനീനമാണ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. എല്ലാ ലോകങ്ങളുടെയും എന്നൊരു അർത്ഥത്തിൽ വരുന്നത് ഒറ്റപ്പദമാണ് സർവലൗകികം എന്ന് പറയുന്നത്. എന്താണ് സർവലൗകികം എന്ന് പറയുന്നത് എല്ലാ ലോകങ്ങളുടെയും എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദേശങ്ങളുടെയും എന്നാണെങ്കിലോ എല്ലാ ദേശങ്ങളുടെയും എന്നാണെങ്കിൽ സർവദേശീയം എന്നാണ്. എന്താണ് സർവദേശീയം എന്നതാണ് അവിടെ വരേണ്ടത്. സർവദേശീയം എല്ലാ ദേശങ്ങളുടെയും. ഇനി അപ്പോൾ നമ്മളിവിടെ 3 പഠിച്ചു. എല്ലാ ജനങ്ങളുടെയും എങ്കിൽ സർവജനീനം, എല്ലാ ലോകങ്ങളുടെയും എങ്കിൽ സർവലൗകികം, എല്ലാ ദേശങ്ങളുടെയും ആണെങ്കിൽ സർവദേശീയം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് വ്യാകരണ പണ്ഡിതൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. ഇതിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കുന്നതാണ് അലങ്കാര പണ്ഡിതനാണെങ്കിലോ അലങ്കാരികൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നു അലങ്കാരികൻ എന്ന് പറഞ്ഞാൽ അലങ്കാര പണ്ഡിതൻ. അതേപോലെ PSC ചോദിക്കുന്നതാണ് ന്യായശാസ്ത്ര പണ്ഡിതൻ. പലപ്പോഴായിട്ട് PSC ചോദിക്കുന്നതാണ് നൈയാമികൻ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നൈയാമികൻ ന്യായശാസ്ത്ര പണ്ഡിതനാണ്. ഇനി ഇതേ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് വേദശാസ്ത്ര പണ്ഡിതൻ, വൈദികൻ. വേദശാസ്ത്ര പണ്ഡിതനാണ് നമ്മൾ വൈദികൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതാണ് തർക്കശാസ്ത്ര പണ്ഡിതനുണ്ട്, താർക്കികൻ എന്ന് പറയുന്നത് തർക്കശാസ്ത്ര പണ്ഡിതനാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും പണ്ഡിതനാണെന്ന് ഭവിക്കുന്നവനാണ് പണ്ഡിതമന്യൻ എന്ന് പറയുന്നത്. എന്താണ് പണ്ഡിതമന്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഒരുമിച്ച് എഴുതി വെക്കുക. ഒന്നാമത് നമ്മൾ പരിചയപ്പെട്ടത് ന്യായശാസ്ത്ര പണ്ഡിതൻ, നമ്മളിവിടെ പറഞ്ഞു നൈയാമികനാണ്. അതേപോലെ തന്നെ അലങ്കാരികൻ എന്ന് പറഞ്ഞാൽ അലങ്കാര പണ്ഡിതനാണ്. ഇനി വ്യാകരണ പണ്ഡിതനാണ് വൈയാകരൻ എന്ന് പറയുന്നത്. ഇനി വൈദികൻ എന്ന് പറഞ്ഞാൽ വേദശാസ്ത്ര പണ്ഡിതനാണ്. തർക്കശാസ്ത്ര പണ്ഡിതനാണ് താർക്കികൻ എന്ന് പറയുന്നത്. പണ്ഡിതനാണെന്ന് ഭവിക്കുന്നവനാണ് ആര് പണ്ഡിതമന്യൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് 57 പരിചയപ്പെടുന്നത് മറുകര കണ്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പാരംഗതൻ എന്ന് പറയുന്നത്. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. പാരംഗതൻ എന്ന് പറഞ്ഞാൽ മറുകര കണ്ടവൻ എന്നാണ് അർത്ഥം. ഇനി സന്ദർഭവശാൽ എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിച്ചാൽ സന്ദർഭവശാൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രസംഗവശാൽ എന്ന് പറയുന്നത്. സന്ദർഭവശാൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രസംഗവശാൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ 59 പരിചയപ്പെടുന്നു, 60 പരിചയപ്പെടുന്നു, 61 പരിചയപ്പെടാൻ പോകുന്നതും 62 പരിചയപ്പെടാൻ പോകുന്നതും ഒരുമിച്ച് എഴുതി വെക്കുക. ഒന്ന് ഈശ്വര വിശ്വാസമില്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് നാസ്തികൻ എന്നാണ്. ഈശ്വര വിശ്വാസമില്ലാത്തവൻ്റെ ഒറ്റപ്പദം എന്താണ് നാസ്തികൻ എന്നാണ് ഒറ്റപ്പദം വരിക. ഇതിൻ്റെ നേർവിപരീതമാണ് ഈശ്വര വിശ്വാസമുള്ളവൻ. അതെന്താണ് ആസ്തികനാണ്. ആസ്തികനാണ്. അപ്പോൾ നാസ്തികന്റെ ഓപ്പോസിറ്റ് ആണ് ആസ്തികൻ എന്ന് പറയുന്നത്. ഈശ്വര വിശ്വാസം
ഉള്ളവനാണ് എന്തെന്ന് പറയുന്നത്, ഈശ്വര വിശ്വാസം ഇല്ലാത്തവനാണ് എന്തെന്ന് പറയുന്നത് നാസ്തികൻ. ഈശ്വര വിശ്വാസം ഉള്ളവനാണ് ആര്, ആസ്തികൻ. എന്നാൽ ഈശ്വരൻ ഇല്ലെന്ന ഒരു വാദമുള്ളവരെയോ, ഈശ്വരൻ ഇല്ലെന്ന വാദം, അതിൻ്റെ നമ്മുടെ ഒറ്റപ്പദം എന്ന് പറയുന്നത് നാസ്തിക്യമാണ്. എന്താണ്, നാസ്തിക്യം എന്നതാണ്. ഈശ്വരൻ ഉണ്ടെന്ന വാദമാണെങ്കിൽ അതെന്താണ്, ആസ്തിക്യം ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, ഈശ്വര വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ, ഈശ്വര വിശ്വാസമുള്ളവൻ ആസ്തികൻ, ഈശ്വരൻ ഇല്ലെന്ന വാദം നാസ്തിക്യം, ഈശ്വരൻ ഉണ്ടെന്ന വാദമാണ് ആസ്തിക്യം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്, ഒരു ഗ്രൂപ്പായിട്ട് എഴുതി വെക്കണം. ഇനി പറയാൻ പോകുന്നതും ഒരു കാറ്റഗറിയാണ്, അതും നിങ്ങൾ എപ്പോഴും PSC പരീക്ഷയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിലൊന്നാണ് അടി മുതൽ മുടി വരെ. അടി മുതൽ മുടി വരെ ആപാദ ചൂടം എന്ന് പറയാം. അടി മുതൽ മുടി വരെ എന്ന് പറയുമ്പോൾ ആപാദ ചൂടം എന്ന് നമുക്ക് പറയാം. ആപാദ ചൂടം. ഇനി അടുത്തത് തലമുടി മുതൽ പാദം വരെ. തലമുടി മുതൽ പാദം വരെ. അപ്പോൾ അത് എന്താണ്, കേശാദിപാദം എന്നാണ്. കേശാദിപാദം എന്നതാണ് അവിടെ അതിൻ്റെ ഒറ്റപ്പദം. ഇനി അടുത്തത് നഖം മുതൽ തലമുടി വരെ. നഖം മുതൽ തലമുടി വരെ എന്നാണെങ്കിലോ നഖശിഖാന്തം എന്നാണ് വരിക. നഖശിഖാന്തം എന്നതാണ് അതിൻ്റെ ഒറ്റപ്പദം. മൂന്നെണ്ണം പഠിച്ച് അടി മുതൽ മുടി വരെ ആപാദ ചൂടം, തലമുടി മുതൽ പാദം വരെ കേശാദിപാദം, നഖം മുതൽ തലമുടി വരെ നഖശിഖാന്തം എന്നാണ് പറയുക. ഇനി ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നതാണ് വേരു മുതൽ അറ്റം വരെ. വേരു മുതൽ അറ്റം വരെയാണെങ്കിൽ ആമൂലാഗ്രം. എന്താണ്, ആമൂലാഗ്രം എന്നാണ് വരിക, വേരു മുതൽ അറ്റം വരെ എന്നാണെങ്കിൽ. അതുപോലെ PSC ചോദിക്കും ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ. ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ എന്നാണെങ്കിൽ ആബാലവൃന്ദം എന്നാണ് അവിടെ ഒറ്റപ്പദമായിട്ട് വരേണ്ടത്. ആബാല വൃന്ദം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ എന്നാണ്. ഇനി ജീവിതത്തിൻ്റെ അന്ത്യം വരെ. ജീവിതത്തിൻ്റെ അന്ത്യം വരെ എന്ന് പറഞ്ഞാൽ ആജീവനാന്തം എന്നാണ് പറയുക. ആജീവനാന്തം. ആജീവനാന്തം എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ എന്നതിൻ്റെ ഒറ്റപ്പദം. ഇനി ആയുസ്സിൻ്റെ അന്ത്യം വരെ ആണെങ്കിലോ, ആയുസ്സിൻ്റെ അന്ത്യം വരെ എന്നാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തുക. ആയുരന്ത്യം എന്നാണ് അവിടെ വരേണ്ടത്. എന്താണ്, ആയുരന്ത്യം. ആയുരന്ത്യം എന്നാണ് വരേണ്ടത്. ജീവിതത്തിൻ്റെ അന്ത്യം വരെ എന്നാണെങ്കിൽ ആജീവനാന്തം, ആയുസ്സിൻ്റെ അന്ത്യം വരെ എന്നാണെങ്കിൽ ആയുരന്ത്യം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അടി മുതൽ മുടി വരെ എന്നാണെങ്കിൽ നമ്മൾ പഠിച്ചു ആപാദ ചൂടം. ഇനി തലമുടി മുതൽ പാദം വരെയാണെങ്കിൽ കേശാദിപാദം, നഖം മുതൽ തലമുടി വരെയാണെങ്കിൽ നഖശിഖാന്തം, വേരു മുതൽ അറ്റം വരെ എന്നാണെങ്കിൽ ആമൂലാഗ്രം. ഇനി ആബാലവൃന്ദം എന്ന് പറഞ്ഞാൽ ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ. ജീവിതത്തിൻ്റെ അന്ത്യം വരെ എന്നെങ്കിൽ ആജീവനാന്തം. അതേപോലെ ആയുരന്ത്യം നമ്മൾ പഠിച്ചു. ആയുരന്ത്യം എന്ന് പറഞ്ഞാൽ ആയുസിൻ്റെ അന്ത്യം വരെ. ഇനി ഇതിനോടൊപ്പം തന്നെ ചേർക്കാം സൂര്യനും ചന്ദ്രനുമുള്ള കാലം വരെ. സൂര്യനും ചന്ദ്രനുമുള്ള കാലം വരെ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആ ചന്ദ്രതാരം എന്ന് പറയുന്നത്. ആ ചന്ദ്രതാരം എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ അന്ത്യം വരെ എന്നാണെങ്കിലോ അവിടെ നമ്മുടെ 70ാമതായിട്ട് പഠിക്കുകയാണ് കൽപ്പാന്തം. നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, കൽപ്പാന്ത കാലത്തോളം എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എന്താണ്, ഭൂമിയുടെ അന്ത്യം വരെ എന്ന് പറഞ്ഞാൽ കൽപ്പാന്തം എന്നാണ്. ഇനി സേതു മുതൽ ഹിമാലയം വരെ. PSC റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ഒന്നാണ് സേതു മുതൽ ഹിമാലയം വരെ. ആ സേതു ഹിമാചലം എന്നാണ്. ആ സേതു ഹിമാചലം എന്നാണ് വരിക. ആ സേതു ഹിമാചലം എന്നാണ്. സേതു മുതൽ ഹിമാലയം വരെ എന്നതിൻ്റെ ഒറ്റപ്പദം. ഭൂമിയുടെ അന്ത്യം വരെയെങ്കിൽ കൽപ്പാന്തം, സൂര്യനും ചന്ദ്രനുമുള്ള കാലം വരെ എന്നാണെങ്കിൽ ആ ചന്ദ്രതാരം എന്നാണ് ഒറ്റപ്പദമായിട്ട് വരേണ്ടത്. ഇനി കാൽമുട്ട് വരെ കൈയുള്ളവൻ എന്നത്, ഇത് PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. കാൽമുട്ട് വരെ കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കും. നമ്മൾ 72ാമതായിട്ട് പഠിക്കുന്നു ആ ജാനുബാഹു എന്നാണ്. എന്താണ്, ആ ജാനുബാഹു. ഇത് റിപ്പീറ്റായി ചോദിക്കുന്നതാണ്, ഓർത്തിരിക്കുക. ആ ജാനുബാഹു എന്നതാണ് കാൽമുട്ട് വരെ കൈയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഇനി മരിക്കാറാകുന്ന അവസ്ഥ എന്താണ്, മരിക്കാറാകുന്ന അവസ്ഥയാണ് പശ്ചിമാവസ്ഥ. പശ്ചിമാവസ്ഥ എന്ന് പറയുന്നത് മരിക്കാറാകുന്ന അവസ്ഥ എന്നതിൻ്റെ ഒറ്റപ്പദമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പരിചയപ്പെടുന്ന 74ാമത്തെയും 75ാമത്തേതും സൂര്യനെ സംബന്ധിച്ചത്, അതുപോലെ ഭൂമിയെ സംബന്ധിക്കുന്നത്. ഭൂമിയെ സംബന്ധിക്കുന്നത് എന്നാണെങ്കിൽ നമുക്ക് ഭൗമം എന്നാണ് എഴുതേണ്ടത്. ഭൗമം എന്നാണ്. സൂര്യനെ സംബന്ധിക്കുന്നതോ സൗരം എന്നാണ് വരിക. ഭൗമം ഭൂമിയെ സംബന്ധിക്കുന്നത്,
സൗരം എന്ന് പറഞ്ഞാൽ സൂര്യനെ സംബന്ധിക്കുന്നത് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 76-ാമതായിട്ട് പരിചയപ്പെടാം. 76-ാമതായിട്ട് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതാണെങ്കിലോ പ്രാപഞ്ചികം എന്നാണ്. എന്താണ്? പ്രാപഞ്ചികം. അപ്പോൾ ഇതൊരു കാറ്റഗറി ആയിട്ട് എഴുതി വെക്കണം. ഭൂമിയെ സംബന്ധിക്കുന്നത് ഭൗമം, സൂര്യനെ സംബന്ധിക്കുന്നത് സൗരം, പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം, സമുദ്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സാമുദ്രികം. എന്താണ്? സാമുദ്രികം എന്നതാണ്. സാമുദ്രികം എന്നതാണ് സമുദ്രത്തെ സംബന്ധിക്കുന്നത്. ഇനി തേജസ്സിനെ സംബന്ധിക്കുന്നത് എന്നാണെങ്കിലോ തൈജസം. ഇതും PSC ചോദിക്കുന്നതാണ്. തൈജസം എന്ന് പറഞ്ഞാൽ തേജസ്സിനെ സംബന്ധിക്കുന്നതാണ്. പൂർണ്ണതയെ സംബന്ധിക്കുന്നത് ഒരു കാറ്റഗറി ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുക. പൂർണ്ണതയെ സംബന്ധിക്കുന്നത് പാർവണമാണ്. പൂർണ്ണതയെ സംബന്ധിക്കുന്നത് പാർവണമാണ് എന്ന കാര്യം ഓർക്കുക. ഇനി ബുദ്ധിയെ സംബന്ധിക്കുന്നതോ? ബുദ്ധിയെ സംബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഭൗതികം എന്നതാണ് വരേണ്ടത്. ഭൗതികം എന്നതാണ് ഇവിടെ വരേണ്ടത്. ഇനി 81-ാമതായിട്ട് പരിചയപ്പെടുന്നു ദീക്ഷണയെ സംബന്ധിക്കുന്നത്. ഇന്റലക്റ്റൽ എന്ന് പറയും. ദീക്ഷണത അതിനെ സംബന്ധിക്കുന്നതാണ് ദൈക്ഷണികം എന്ന് പറയുന്നത്. എന്താണ്? ദൈക്ഷണികം. ഇതെന്താണ്? ദീക്ഷണയെ സംബന്ധിക്കുന്നത്. ദീക്ഷണയെ സംബന്ധിക്കുന്നതാണ് ദൈക്ഷണികം എന്ന് പറയുന്നത്. ഇനി ജീവികളെ സംബന്ധിക്കുന്നത്. ജീവികളെ സംബന്ധിക്കുന്നതാണ് ജൈവം എന്ന് പറയുന്നത്. അത് നമ്മൾ കേൾക്കാറുള്ളതാണ്. ജൈവം എന്ന് പറയുന്നത്. ഇനി ശീർഷത്തെ സംബന്ധിക്കുന്നത്. ശീർഷം എന്ന് പറഞ്ഞാൽ എന്താ? തലയല്ലേ. അപ്പോൾ ശീർഷത്തെ സംബന്ധിക്കുന്നത് എന്നതാണ് നമ്മളുടെ 83-ാമതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. 83 ശീർഷത്തെ സംബന്ധിക്കുന്നത് ശീർഷകമാണ്. ശീർഷകമാണ്. ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മൗലിയെ സംബന്ധിക്കുന്നത്. അടുത്തെന്താണ്? മൗലിയെ സംബന്ധിക്കുന്നത് എന്നതാണ് 84-ാമതായിട്ട് പഠിക്കുന്നത്. അതെന്താണ്? മൗലികമാണ്. മൗലികം എന്നോർക്കുക. മൗലിയെ സംബന്ധിക്കുന്നത് മൗലികമാണ്. 85 വ്യക്തിയെ സംബന്ധിക്കുന്നത് വൈയക്തികം എന്ന കാര്യം ഓർത്തിരിക്കുക. വ്യക്തിയെ സംബന്ധിക്കുന്നത് വൈയക്തികം എന്നതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി 86-ാമതായിട്ട് പഠിക്കുന്നത് വ്യവസായത്തെ സംബന്ധിക്കുന്നത് വയവസായികം എന്നതാണ് അവിടെ ഒറ്റപ്പദമായിട്ട് വരിക. വയവസായികം. അപ്പോൾ വ്യവസായത്തെ സംബന്ധിക്കുന്നത് വയവസായികം എന്നാണ് വരിക. വയവസായികം എന്നാണ് വരിക. ഇനി PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ് ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് ഔദ്യോഗികം. ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് ഔദ്യോഗികം എന്നാണ് പറയുന്നത്. ഇനി കാലത്തെ സംബന്ധിക്കുന്നത് കാലികം എന്നാണ് പറയേണ്ടത്. കാലികം എന്ന് പറയുന്നത് കാലത്തെ സംബന്ധിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയാൻ പോകുന്നത് കാലത്തെ സംബന്ധിക്കുന്നത് കാലികമാണ്. ഇനി ഓർത്തിരിക്കുക അതാതു കാലത്തെ സംബന്ധിക്കുന്നത് നമ്മൾ എന്താണ്? ആനുകാലികം എന്ന് പറയും. ആനുകാലികം എന്ന് പറയും. ഇനി 90 ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരേ കാലത്ത് സംഭവിക്കുന്നത് സമകാലികം എന്നാണ് പറയുക. സമകാലികം അല്ലെ. രണ്ടുപേര് ഒരുമിച്ച് ഒരേ കാലത്ത് ജീവിച്ച സമകാലികർ എന്ന് നമ്മൾ പറയില്ലേ. അതേപോലെ അതാതു കാലത്ത് സംഭവിക്കുന്നത് അതാണ് ആനുകാലികം. നമ്മൾ പറയില്ല ആനുകാലികം പഠിക്കണം എന്ന് പറയില്ലേ. അതുപോലെ തന്നെ കാലത്തെ സംബന്ധിക്കുന്നത് എന്താണ്? കാലികം എന്നാണ്. അതേപോലെ ഒരേ കാലത്ത് ജീവിക്കുന്നവരാണ് എന്ത്? സമകാലീനർ എന്ന് പറയുന്നത്. സമകാലികർ അല്ല, സമകാലീനർ. സമകാലീനർ പ്രത്യേകം ശ്രദ്ധിക്കുക. സമകാലീനർ. അപ്പോൾ സമകാലികം എന്ന് പറഞ്ഞാൽ ഒരേ കാലത്ത് സംഭവിക്കുന്നത്, ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണ് സമകാലീനർ എന്ന് പറയുന്നത്. ഇനി ഭൂതങ്ങളെ സംബന്ധിക്കുന്നത് 92-ാമതായിട്ട് പഠിക്കുന്നു ഭൗതികം. ഭൗതികം എന്താണ്? ഭൂതങ്ങളെ സംബന്ധിക്കുന്നതാണ്. ഇനി അടുത്തത് സമൂഹത്തെ സംബന്ധിക്കുന്നതാണെങ്കിലോ സാമൂഹികം എന്നതാണ്. സാമൂഹികം എന്നത് സമൂഹത്തെ സംബന്ധിക്കുന്നതാണ്. ഇനി 94-ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ശരീരത്തെ സംബന്ധിക്കുന്നതാണെങ്കിലോ ശാരീരികം എന്നാണ്. ശാരീരികം എന്നതാണ് ശരീരത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഇനി 95-ാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിനെ സംബന്ധിക്കുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാനസികം എന്നാണ് പറയുക. മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികമാണ്. ഋഷിയെ സംബന്ധിക്കുന്നത് PSC റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഋഷിയെ സംബന്ധിക്കുന്നത് ചോദിച്ചാൽ ആർഷമാണ്. അതുപോലെ PSC അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികമാണ്. അത് നമുക്കറിയാൻ പറ്റും. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികമാണ്, ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്ന് ചോദിച്ചാലോ അത് ആത്മീയമാണ്. എന്താണ്? ആത്മീയം എന്നാണ് അവിടെ വരേണ്ടത്. ഇനി അവസാനമായിട്ട് ദേശത്തെ സംബന്ധിക്കുന്നത് ദേശീയം എന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ ദേശത്തെ സംബന്ധിക്കുന്നത് ദേശീയമാണ്, ആത്മാവിനെ സംബന്ധിക്കുന്നത് ആത്മീയമാണ്, കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികമാണ്, ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ്, മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശരീരത്തെ സംബന്ധിക്കുന്നത് ശാരീരികമാണ്, സമൂഹത്തെ സംബന്ധിക്കുന്നത് സാമൂഹികമാണ്,
ഭൂതങ്ങളെ സംബന്ധിക്കുന്നതാണ് ഭൗതികം എന്ന് പറയുന്നത്. ഇനി ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണ് സമകാലീനർ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സമകാലീനർ. ഒരേ കാലത്ത് സംഭവിക്കുന്നതിനാണ് സമകാലികം എന്ന് പറയുന്നത്. അതാതു കാലത്തെ സംബന്ധിക്കുന്നത് ആനുകാലികം, കാലത്തെ സംബന്ധിക്കുന്നത് കാലികം എന്ന കാര്യം ഓർത്തിരിക്കുക. ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് ഔദ്യോഗികമാണെങ്കിൽ വ്യവസായത്തെ സംബന്ധിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, വൈയവസായികം എന്നാണ് പറയുക. ഇനി വൈയവസായികം എന്നാണ് പറയുക. വ്യക്തിയെ സംബന്ധിക്കുന്നതാണ് വൈയക്തികം എന്ന് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൗലിയെ സംബന്ധിക്കുന്നത് മൗലികമാണ്. അതേപോലെ തന്നെ ശീർഷത്തെ, തലയെ സംബന്ധിക്കുന്നതാണ് ശീർഷകം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജീവികളെ സംബന്ധിക്കുന്നതാണ് ജൈവം എന്ന് പറയുന്നത്. ധീഷണയെ സംബന്ധിക്കുന്നതാണ് ദൈക്ഷണികം എന്ന് പറയുന്നത്. അതേസമയത്ത് ബുദ്ധിയെ സംബന്ധിക്കുന്നത് ഭൗതികം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. തേജസ്സിനെ സംബന്ധിക്കുന്നത് തൈജസ്സമാണ്. അതേപോലെ പൂർണ്ണതയെ സംബന്ധിക്കുന്നതാണ് പാർവണം എന്ന് ഇവിടെ 79ാമതായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതാണ് പ്രപഞ്ചികം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൂര്യനെ സംബന്ധിക്കുന്നത് സൗരമാണെങ്കിൽ ഭൂമിയെ സംബന്ധിക്കുന്നത് ഭൗമമാണ്. മരിക്കാറാകുന്ന അവസ്ഥയാണ് നമ്മൾ പശ്ചിമാവസ്ഥ എന്ന് പറഞ്ഞത്. കാൽമുട്ട് വരെ കൈയുള്ളവൻ എന്നൊരു അർത്ഥത്തിലാണ് ആജാനുബാഹു എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു സേതു മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാചലം എന്ന് പറയുന്നത്. കൽപ്പാന്തം ഭൂമിയുടെ അന്ത്യം വരെ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ആ ചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനുമുള്ള കാലം വരെ എന്നാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ആയുരന്ത്യം എന്നാണ്. ആയുരന്ത്യം എന്നാണ്. ആയുരന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുസിന്റെ അന്ത്യം വരെ എന്നതാണ്. ഇനി ആജീവനാന്തം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അന്ത്യം വരെയാണ്. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്ന് പറഞ്ഞാൽ ആബാല വൃത്തം എന്നാണ് അർത്ഥം വരേണ്ടത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന അമൂലാഗ്രം എന്നാണ്. അമൂലാഗ്രം എന്ന് വെച്ചാൽ വേര് മുതൽ അറ്റം വരെ എന്നാണ്. ഇനി നഖശിഖാന്തം എന്ന് പറഞ്ഞാൽ നഖം മുതൽ തലമുടി വരെ എന്നാണ്. കേശാദിപാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി മുതൽ പാദം വരെ. അതുപോലെ ആപാദ ചൂടം എന്ന് പറഞ്ഞാൽ അടി മുതൽ മുടി വരെ എന്നാണ്. ആപാദ ചൂടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടം എന്നൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊന്നും വേണ്ട എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ ഈ പദശുദ്ധിയിൽ ചോദിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെട്ടത് അടുത്തൊരു ടേം ആസ്തിക്യം എന്നാണ്. അത് നമ്മൾ ഒരുമിച്ച് പഠിച്ചു. അതായത് നാസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആസ്തികൻ എന്ന് പറയുന്നത്. ഈശ്വര വിശ്വാസമുള്ളവനാണ്. ഇനി ഈശ്വരം ഇല്ലെന്ന വാദമാണ് നാസ്തികം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈശ്വരൻ ഉണ്ടെന്ന വാദം. അതാണ് ആസ്തിക്യം എന്ന് പറയുന്നത്. ഇനി പ്രസംഗ ദശ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രസംഗ വശാൽ എന്നാണ്. പ്രസംഗ വശാൽ, പ്രസംഗ വശാൽ എന്ന് പറഞ്ഞാൽ സന്ദർഭവശാൽ എന്നാണ്. ഇനി പാരംഗതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മറുകര കണ്ടവൻ എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ പണ്ഡിതമന്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതനാണെന്ന് ഭവിക്കുന്നവൻ എന്നാണ്. താർക്കികൻ എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്ര പണ്ഡിതനാണ്. വൈദികൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വേദശാസ്ത്ര പണ്ഡിതനാണ്. നൈയാമികൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PS റിപ്പീറ്റായി ചോദിക്കും, ന്യായശാസ്ത്ര പണ്ഡിതനാണ്. അലങ്കാരികൻ എന്ന് പറഞ്ഞാൽ അലങ്കാര പണ്ഡിതനും. അതേസമയത്ത് വൈയാകരണൻ എന്ന് പറഞ്ഞാൽ വ്യാകരണ പണ്ഡിതനുമാണ്. ഇനി അടുത്തത് എല്ലാ ദേശങ്ങളുടെയും എന്നൊരർത്ഥത്തിൽ സർവ്വദേശീയം പറയുമ്പോൾ എല്ലാ ലോകങ്ങളുടെയും എന്ന അർത്ഥത്തിൽ സർവ്വ ലൗകികമാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി സർവ്വജനീനം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും എന്നൊരർത്ഥത്തിലാണ് വരുന്നത്. ഇനി അടുത്ത ഇവിടെ നൽകിയത് ചിരസ്മരണീയൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചിരസ്മരണീയൻ എന്നാണ്, അതായത് എക്കാലവും സ്മരിക്കപ്പെടേണ്ടവൻ എന്നാണ്. ഇനി പ്രാതം സ്മരണീയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സ്മരിക്കപ്പെടേണ്ടവനാണ്, ഒന്നാമതായി ഗണിക്കപ്പെടേണ്ടവനാണ് പ്രഥമ ഗണനീയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? അഗ്രഗണ്യൻ എന്നാണ്, അതായത് അഗ്രത്ത് ഗണിക്കപ്പെടുന്നവൻ എന്നാണ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് അവിസ്മരണീയമാണ്, അതായത് മറക്കാൻ പറ്റാത്തത്. അസ്പൃശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടാത്തത് എന്നാണ്. ഇനി അനാഗ്രാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണക്കാത്തത് എന്നൊരു അർത്ഥത്തിലാണ് അനാഗ്രാതം. എന്താണ്? മണക്കാത്തത്. ഇനി അടുത്തത് ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് ഹൃദയസ്പൃക്ക് എന്ന് പറയുന്നത്. ഹൃദയാവർജകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തെ ആകർഷിക്കുന്നത് എന്നാണ്. ഇനി അമരം അതുപോലെ തന്നെ അണിയം ഒരുമിച്ച് പഠിക്കണം. വള്ളത്തിൻ്റെ പിൻഭാഗമാണ്, മറ്റൊന്ന് എന്താണ്? വള്ളത്തിൻ്റെ മുൻഭാഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്വവാസം എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശത്തെ വാസമാണെങ്കിൽ പ്രവാസം എന്ന് പറഞ്ഞാൽ അന്യദേശത്തെ വാസമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് അന്യത എന്ന് പറയുന്ന ടേം മറ്റൊരു തരത്തിൽ എന്നാണ്. അതേ സമയത്ത് അന്യത്ര എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്ത് എന്നാണ്. ഏകത്ര എന്ന് പറഞ്ഞാൽ ഒരിടത്ത് എന്നാണ് അർത്ഥം വരുന്നത്. സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത് കൊടുത്തിരിക്കുന്നതാണ് സർവദാ എന്നാണ്. അതേ സമയത്ത് എല്ലാ പ്രകാരത്തിലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമാണ് സർവദാ. അതാ വെച്ചിട്ട് ഓർത്തിരിക്കണം. ഇനി അടുത്തതായിട്ട് മനസ്സ് ഒന്നിൽ കേന്ദ്രീകരിക്കുക ഏകാഗ്രതയാണ്. ഒറ്റയ്ക്കുള്ള അവസ്ഥയാണ് ഏകാന്തത. ജനം ഇല്ലാത്ത ഇടമാണ് വിജനം എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഒന്നും മറ്റൊന്നിനെ ആശ്രയിക്കുക, അതാണ് എന്ത്? സാപേക്ഷകത എന്ന് പറയുന്നത്.
ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുക, അതാണ് സാപേക്ഷകത. ഇനി സഹകരിച്ച് ജീവിക്കുകയാണ് സഹവർത്തിത്വം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കടന്നു കാണുന്നവനാണ് എന്ത്, ക്രാന്തദർശി എന്ന് പറയുന്നത്. ഇനി അയക്കപ്പെടുന്നവൻ എന്നൊരർത്ഥത്തിലാണ് പ്രേക്ഷകൻ, അതേ സമയത്ത് കാഴ്ചക്കാരനാണ് പ്രേക്ഷകൻ. ഇക്ഷയും ഷായും അതാണ് അവിടെ വ്യത്യാസം വരിക. പ്രേക്ഷിതാവ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന അയക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. പറയാൻ ആഗ്രഹിക്കുന്നതാണ് വിവക്ഷ എന്ന് പറയുന്നത്, അതേസമയത്ത് പറയുന്നവനാണ് വക്താവ്, കേൾക്കുന്നവൻ ശ്രോതാവാണ്, കാണുന്നവൻ ദ്രഷ്ടാവാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിക്കും. അവിടെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ എന്നാണ്. ഇനി അടുത്തത് സന്ദർഭത്തിന് അനുസരിച്ച് തോന്നുന്ന ബുദ്ധിയാണ് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവനാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവനാണ് ഇതി കർത്തവ്യത മൂഢൻ എന്ന് പറയുന്നത്. ഇനി അബുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ്. ഉത്കർഷേച്ചു എന്ന് പറഞ്ഞാൽ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ് ഉത്കർഷേച്ചു എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഈ നമ്മുടെ ഉത്പതിഷ്ണുവുണ്ട് യാഥാസ്ഥിതികനുമുണ്ട്. ഉത്പതിഷ്ണു എന്ന് പറഞ്ഞാൽ പുരോഗമനം ആഗ്രഹിക്കുന്നവൻ, പുരോഗമനം ആഗ്രഹിക്കാത്തവനാണ് യഥാസ്ഥിതികൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നമ്മൾ പഠിക്കുന്നത് ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജിഗീഷു എന്ന് പറയുന്നത്. കൊല്ലാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത് ജിഗാംഷു എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കടക്കാൻ ആഗ്രഹിക്കുന്നവനാണ് തിതീർഷു, കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ദിദൃക്ഷു എന്ന് പറയുന്നത്, മോക്ഷം ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു എന്ന് പറയുന്നത്. അതുപോലെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു എന്ന് പറയുന്നത്. അതുപോലെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപാസു എന്ന് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപഠിഷു. അതേപോലെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. അവിടെ തന്നെ പറഞ്ഞു അറിയാനുള്ള ആഗ്രഹം അങ്ങനെയൊക്കെ ആണെങ്കിൽ ജിജ്ഞാസ അങ്ങനെയൊക്കെ ആക്കിയിട്ട് മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തി. എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. ഇനിയും ഒരു സെറ്റുമായിട്ട് വരാം. കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തും. ഇത്തരത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതും കൂടെ പഠിക്കുമ്പോൾ PSC പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വരാൻ പോകുന്ന LDCക്ക് ആവശ്യമായിട്ടുള്ള ഒറ്റപ്പദം എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.